പാലക്കാട് തത്തമംഗലം GBUP സ്കൂളിൽ സ്ഥാപിച്ച ക്രിസ്മസ് പുൽക്കൂട് തകർത്തതായി പരാതി. ഇന്ന് സ്കൂളിലെത്തിയ അധ്യാപകരാണ് പുൽക്കൂട് തകർത്തലിൽ കണ്ടെത്തിയത്. നിഖിൽ പ്രമേഷ് പാലക്കാട് ചെയ്തു. നിഖില, ഇന്നലെയാണ് സമാനമായ രീതിയിൽ ഈ കരോള് തടഞ്ഞ VHP പ്രവർത്തകർ റിമാൻഡിലായത്. ഇപ്പോൾ മറ്റൊരു സംഭവം ഏകദേശം അതിനോടൊപ്പം തന്നെ സമാനമായത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ആരാണ് ക്രിസ്മസ് ഈ പുൽക്കൂട് തകർത്തെന്ന് എന്തെങ്കിലും സൂചന ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടോ? സ്കൂളിൽ CCTV ദൃശ്യങ്ങളടക്കം ഉള്ള സ്കൂളാണോ? CCTV ക്യാമറ ഉള്ള സ്കൂളാണോ? സുഹേൽ, ഇത് ആരാണ് ഇത്തരത്തിലുള്ള മനോവൈകല്യമുള്ള ആളുകളെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കുട്ടികൾ സ്ഥാപിച്ചിട്ടുള്ള പുൽക്കൂട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ആ ഭാഗം ഇപ്പോൾ പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. ചിറ്റൂർ പോലീസാണ് ഇവിടെ എത്തി ഇപ്പോൾ വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം. വെള്ളിയാഴ്ചയാണ് ഈ കുട്ടികൾ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പുൽക്കൂടൊക്കെ സ്ഥാപിച്ചിരുന്നത്. വളരെ ഭംഗിയായി കുട്ടികൾ തന്നെ ഈ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുകയും പിന്നീട് ഈ പുൽക്കൂട് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞായിരിക്കണം ഈ സംഭവം നടന്നിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ശനിയാഴ്ച ഉച്ചവരെ ഇവിടെ അധ്യാപകരും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമായിരിക്കണം ഇത്തരത്തിലെ ഇവിടെ സാമൂഹ്യ വിരുദ്ധരെത്തി പുൽക്കൂട് തകർക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആരാണ് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ CCTV ക്യാമറകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ആരായിരുന്നോ പുൽക്കൂട്? അതായത് ആ ഗ്രില്ല് സ്കൂൾ അടക്കുമ്പോൾ ആ ഗ്രില്ലും അടച്ചിട്ടിരിക്കില്ലേ? അപ്പോൾ ഗ്രില്ല് തകർത്തിട്ട് വേണോ അതിന്റെ അകത്തേക്ക് കയറാൻ? തീർച്ചയായിട്ടും സുഹേൽ, ഒരു വടി ഉപയോഗിച്ച്, അത് ഇവിടെ തന്നെ ഉണ്ട്, ഒരു മട്ടൽ ഉപയോഗിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഈ ഗ്രില്ലിനകത്തേക്ക് ഇട്ട് ഇളക്കി അത് തട്ടിത്തെറിപ്പിച്ചാണ് അത് പുൽക്കൂട് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് മന്ത്രി K കൃഷ്ണൻകുട്ടി അടക്കമുള്ള ആളുകൾ എത്തിച്ചേരും. നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം നല്ലേപ്പള്ളിയിൽ നടന്ന സംഭവമായിട്ട് ഇതിനെ ചേർത്ത് വെക്കേണ്ടതില്ല എന്ന് തോന്നുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇല്ല, ഇത് സാമൂഹ്യ വിരുദ്ധരാരൊക്കെയോ ചെയ്തതാണെന്നാണ്. അപ്പോൾ അതുമായിട്ട് കൂട്ടി ഇത് കൃത്യമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇത് സാമൂഹ്യ വിരുദ്ധർ നടത്തിയിട്ടുള്ളതാണ്. മറ്റേതെങ്കിലും പ്രദേശങ്ങളിൽ, മറ്റേതെങ്കിലും സ്കൂളുകളിലോ മറ്റേതെങ്കിലും പ്രദേശത്തോ ഇങ്ങനെ നടത്തിയിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് പരിശോധിക്കണം. ഇത് നല്ലേപ്പള്ളി വിഷയവുമായിട്ട് ഇത് ബന്ധപ്പെടുത്തേണ്ട വിഷയമല്ല എന്നാണ് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന അധ്യാപകരും മറ്റുമാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് പ്രധാന അധ്യാപകനോട്, ഇവിടുത്തെ SNC ചെയർമാനൊക്കെ ഉണ്ട്, പ്രധാന അധ്യാപകനുണ്ട്, അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. എപ്പോഴാണ് നിങ്ങളിത് കണ്ടത്? ഇത് നശിപ്പിച്ചതായിട്ട് മനസ്സിലാക്കിയത് എപ്പോഴാണ്? രാവിലെ 10 മണിക്ക് സ്കൂൾ വന്ന് തിറക്കുമ്പോഴാണ് കണ്ടത്. ഓഫീസിൻ്റെ മുറിക്ക് മുമ്പിലാണ് നശിച്ച നിലയിൽ കുറേ സാധനങ്ങൾ കണ്ടത്. പിന്നെ ഗ്രിൽ റൂമിൻ്റെ അകത്ത്, പൂട്ടിയിട്ട് ഗ്രിൽ റൂമിൻ്റെ അകത്ത് ക്രിസ്മസ് ട്രീയും പുൽക്കൂടും നശിച്ച നിലയിൽ കണ്ടായിരുന്നു. പുൽക്കൂട് ഇവിടെയാണോ വെച്ചത്? പുറത്താണോ? അകത്താണ്, ഉള്ളിലാണ്. കൈ കൊണ്ടൊന്നും എത്തില്ല. നല്ല ദൂരം ഉപയോഗിച്ചിട്ടാണ്. ഒരു 15 ഈ മട്ടല് ഉപയോഗിച്ചിട്ടല്ലേ? അത് അവിടെ വലിയൊരു മട്ടൽ ഇരിക്കുന്നുണ്ട്, അത് ഉപയോഗിച്ചിട്ട് ഇതിന്റെ അകത്തേക്ക് ഇട്ട് നശിപ്പിച്ചിട്ടുള്ളത്. ഓ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണല്ലേ? നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയ ചെറിയ സാധനമാണ്. അപ്പൊ അതിങ്ങനെ നശിപ്പിക്കാന്നൊക്കെ പറയുമ്പോൾ അത്രയധികം മനോവൈകൃതമുള്ള ആളുകളായിരിക്കും അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? അല്ല, അത് പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി പോലീസാണ് കണ്ടെത്തണം. ഞങ്ങൾ പരാതി PTയും HM കൂടി പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി അവരാണ് കണ്ടെത്തേണ്ടത്. ഇത് ശനിയാഴ്ച ഉച്ചവരെ ഇവിടെ ആളുണ്ടായിരുന്നു അല്ലേ? വെള്ളിയാഴ്ചയാണ് പ്രോഗ്രാം നടന്നത്. ശനിയാഴ്ച HM ഓഫീസ് സ്റ്റാഫും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നിഖിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടുവന്നിരുന്നത്. പാലക്കാട് തത്തമംഗലം GBUP സ്കൂളിൽ സ്ഥാപിച്ച ക്രിസ്മസ് പുൽക്കൂടാണ് ചില സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. സംഭവത്തിൽ പോലീസിന് അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു മട്ടൽ പോലെ വലിയ നീണ്ട വലുപ്പത്തിലുള്ള വടി ഉപയോഗിച്ച് ഗ്രില്ലിനോട് ഉള്ളിലൂടെ അത് ഇട്ട് മനഃപൂർവ്വം അങ്ങേയറ്റം കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് തകർത്തിരിക്കുന്നത്. സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്.